الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്നതിനെയാണ് തഖ്വ, സൂക്ഷ്മത എന്ന് പറയുക. ആ വിധിവിലക്കുകൾ പാലിക്കുന്നതിലൂടെ മാത്രമേ ഐഹികവും പാരിത്രികവുമായിട്ടുള്ള വിജയം ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ വരിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖള അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖള അല്ലാഹു വറസൂലുഹു അംറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ വേദത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചില ഹദീസുകളിൽ കൂടെ മുസ്ലിം ഉമ്മത്തിന്, മുഅ്മിനത്തിന് ഒരു നിയമം, ഒരു വിധിവിലക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാതിരിക്കാൻ, അത് ധിക്കരിക്കാൻ ഒരു മുഅ്മിനോ ഒരു മുഅ്മിനത്തിനോ അവകാശമില്ല. ആ പരിപൂർണമായിട്ടുള്ള കീഴൊതുങ്ങുന്നതിനെ, വണങ്ങുന്നതിനെയാണ് ഇസ്ലാം എന്ന് പറയുക. അസ്ലമ യുസ്ലിമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക മേഖലയാകട്ടെ, രാഷ്ട്രീയ മേഖലയാകട്ടെ, കുടുംബ സാമ്പത്തിക ഇടപാട്, സ്വഭാവ, വസ്ത്ര, ഭക്ഷണ മേഖലകളിലെല്ലാം റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് പരിപൂർണമായിട്ടും കീഴൊതുങ്ങുന്നതിനെയും വണങ്ങുന്നതിനെയുമാണ് ഇസ്ലാം എന്ന അറബി പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്, അർത്ഥമാക്കുന്നത്. ഇനി വല്ലവനും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ, അള്ളാഹുവിന്റെ വിധികളെ ധിക്കരിക്കാനും അനുസരിക്കാതിരിക്കാനും ധാർഷ്ട്യം കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അവൻ തെറ്റിപ്പോയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചെറ്റിയിൽ നിന്ന് അവൻ വഴിതെറ്റി സഞ്ചരിക്കുന്നു. വ്യക്തമായ വഴികേടിൽ കൂടിയാണ് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഒരാളുടെ സത്താവിന്റെ നിയമം അനുസരിക്കണം എന്ന് പറയുന്നതിൻ്റെയും
അതിൽ കടുംപിടുത്തം കാണിക്കുന്നതിൻ്റെയും പിറകിലുള്ള കാരണം എന്താണ്? കാരണം മനുഷ്യന്റെ സൃഷ്ടാവിന് മാത്രമേ മനുഷ്യൻക്ക് ആവശ്യമുള്ള വിധിവിലക്കുകളെ ഉണ്ടാക്കാനുള്ള അർഹതയുള്ളൂ, അവകാശമുള്ളൂ. മനുഷ്യനെ കുറിച്ച് പരിപൂർണമായും അറിയുക മനുഷ്യന്റെ സൃഷ്ടാവിന് മാത്രമാണ്. മനുഷ്യന്റെ വികാരങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ വിചാരങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ ചിന്തകളെക്കുറിച്ച്, മനുഷ്യന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ ശാരീരിക ക്ഷമതയെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും അറിയുന്ന സൃഷ്ടാവിന് മാത്രമേ മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ ഫോളോ ചെയ്യാനുള്ള നിയമങ്ങൾ പറയാനുള്ള അർഹതയുള്ളൂ. ആ നിയമങ്ങൾ മാത്രമാണ് പ്രപഞ്ചത്തിനെ നേരായ വഴിയിലൂടെ നയിക്കുകയുള്ളൂ. അതല്ലാതെ മനുഷ്യന്മാരായ നമ്മൾ ഉണ്ടാക്കുന്ന ആ നിയമങ്ങൾക്ക് നമ്മൾ വഴിപ്പെടുകയാണെങ്കിൽ, ആ രീതിയിൽ നമ്മൾ ചരിക്കുകയാണെങ്കിൽ അത് വൈകേടിലേക്ക്, അധാർമികതയിലേക്ക്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അശാന്തിയിലേക്ക് മാത്രമാണ് നമ്മൾ നയിക്കുകയുള്ളൂ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നാണ് മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിരിക്കുന്ന വസ്ത്രങ്ങൾ. വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടെ അല്ലാഹു പറഞ്ഞത് അത്ര മനോഹരാണ്. യാ ബനീ ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ. മുഅ്മിനീ എന്നല്ല വിളിക്കുന്നത്, ആദമിന്റെ സന്തതിയെ, നിങ്ങൾക്ക് ഉടുക്കാൻ ആവശ്യമുള്ള വസ്ത്രം ഞാനാണ് നൽകിയത്. നിങ്ങളുടെ നഗ്നത മറക്കാൻ, നിങ്ങൾക്ക് ഭംഗിയേകാൻ. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ അണിയുന്ന വസ്ത്രങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കും. നമ്മൾ കോട്ടനാണ് ധരിക്കുന്നതെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏതോ ഗ്രാമത്ത് തയച്ചുറന്ന പരുത്തിക്കുരുവിൽ നിന്നാണ് ആ വസ്ത്രം ഉണ്ടായത്. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ പട്ടാണ് ധരിക്കുന്നതെങ്കിൽ ആ പട്ടുവസ്ത്രം ഉണ്ടാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് ഒരു കുരുവിനെയാണെന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുർആൻ ആയത്തിന്റെ ബാക്കി അല്ലാഹു പറയുന്നത്. യാ ബനീ ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ ذلك من آيات الله لعلهم يذكرون. അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്ന വസ്ത്രം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പട്ടുനൂൽ പുഴുവിന്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ വസ്ത്രം ഉണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പാടത്ത് തയച്ചു വളർന്ന പരുത്തിക്കുരുവിൽ നിന്ന് നിങ്ങൾ വസ്ത്രം ഉണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പെട്രോളിയം പ്രോഡക്റ്റുകളിൽ നിന്ന് നൈലോണിന്റെയും മറ്റുമുള്ള വസ്ത്രത്തിന്റെ നൂലുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലിനൻ തുണികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിനൻ തുണികൾ ഉണ്ടാക്കുന്നത് ഒരു ചെടിയിൽ നിന്നാണ്. ഒരു ചെടിയുടെ നാരാണ് നിലൻ. ആ ലിനൻ തുണി ധരിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നു, ആനന്ദം കിട്ടുന്നു. ആ രീതിക്ക് സസ്യങ്ങളിൽ കൂടി, ജന്തുജാലങ്ങളിൽ കൂടി മനുഷ്യന് അണിയാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ, സുഗന്ധങ്ങൾ അത് സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. തഖ്വയുടെ വസ്ത്രങ്ങൾ നിങ്ങൾ അണിയണം. വെള്ളിയാഴ്ച ജുമയുടെ ഉദ്ദേശം തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. എന്താണ് തഖ്വയുടെ വസ്ത്രം? മനുഷ്യന് ഭംഗിയേകുന്നതാണ് തഖ്വയുടെ വസ്ത്രം. മനുഷ്യന് വൃത്തി നൽകുന്നതാണ് തഖ്വയുടെ വസ്ത്രം. മാനസിക ധാർമ്മിക ബോധ്യങ്ങളും മൂല്യങ്ങളും അടിയുറപ്പിച്ച് നിർത്തുന്നതാണ് തഖ്വയുടെ വസ്ത്രങ്ങൾ. പുരുഷൻ എന്ത് ധരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ എന്ത് ധരിക്കണം എന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാർ വൃത്തിയുള്ളത് ധരിക്കണം, ഭംഗിയുള്ളത് ധരിക്കണം. അഹങ്കാരമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അനർഭാടത്തിന്റെ വസ്ത്രം ധരിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആണുങ്ങൾ സ്വർണ്ണാഭരണം ധരിക്കരുതെന്ന് പഠിപ്പിച്ചു. പട്ടുകൊണ്ടുള്ള വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പണ്ടുകാലങ്ങളിൽ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് രാജാക്കന്മാർ പർവ്വതാനി പോലെയുള്ള വലിയ വസ്ത്രം ധരിക്കുകയും അത് നിലത്തോട് ഇങ്ങനെ വലിച്ചു വെച്ച് നീങ്ങുകയും ചെയ്യുന്ന സ്വഭാവം പണ്ടുകാലങ്ങളിലെ പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കും ഉണ്ടായിരുന്നു. ആ രീതിക്കുള്ള അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും വസ്ത്രങ്ങൾ നിലത്ത് വലിച്ചു വെക്കുന്ന രീതിയിൽ നിര്യാണിക്കതായ അഹങ്കാരത്തോടുകൂടി വസ്ത്രം പുരുഷന്മാരെ ധരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്ത്രീകൾക്കും അതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ രണ്ട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പബ്ലിക് സ്പേസിൽ സ്ത്രീ ധരിക്കുന്ന വസ്ത്രമാണ്. രണ്ടാമത്തെ, പ്രൈവറ്റ് സ്പേസിൽ സ്ത്രീ ധരിക്കുന്ന വസ്ത്രമാണ്. നമ്മൾ ആണുങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ വീട് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസാണ്, പ്രൈവറ്റ് ഏരിയ ആണ്. അവിടെ നമ്മൾ ആണുങ്ങൾ മുണ്ട് മാത്രം കൊടുത്ത് ശരീരം തുറന്നിട്ട് നടക്കും, അല്ലെങ്കിൽ കള്ളിത്തുണിയും ബനിയനും ഇട്ട് നമ്മൾ നടക്കും. അതേ നമ്മളൊരു പബ്ലിക് സ്പേസിലേക്ക് പോകുമ്പോൾ, പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു,
കടയിലേക്ക് പോകുന്നു, റോഡിലേക്ക് പോകുന്നു, കല്യാണത്തിന് പോകുന്നു, വേറെ എവിടെയെങ്കിലും വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് പോകുന്നു. ആ സമയത്ത് നമ്മൾ നല്ല വസ്ത്രം ധരിക്കും, കള്ളിത്തുണിയും ബനിയനും മാറ്റിയിട്ട് നമ്മൾ വെള്ള വസ്ത്രം ധരിക്കും, വെള്ളം മുണ്ട് ധരിക്കും, വൃത്തിയുള്ള കോലം ധരിക്കും. ഇത് ആണുങ്ങളെ നമ്മൾ പോലും പാലിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും സ്വാഭാവികമായിട്ട് കൊണ്ടുവരക്കാറുണ്ട്. ഇതുപോലെയാണ് പെണ്ണുങ്ങൾ. സ്ത്രീകൾ പബ്ലിക് സ്പേസിലേക്ക് പോകുമ്പോൾ, അന്യപുരുഷന്മാരായിട്ടുള്ള ആളുകളുള്ള ഇടങ്ങളിലേക്ക് പോകുമ്പോൾ, ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ, ജോലി ആവശ്യാർത്ഥം പോകുന്ന സമയത്ത്, വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ഇടങ്ങളിൽ, മറ്റു പുരുഷന്മാരുള്ള ഇടങ്ങളിലേക്ക് പോകുമ്പോൾ, വിവാഹ വേദികളിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ ശരീരം കൊണ്ട് മറക്കണം. ആ ശരീരം കൊണ്ട് മറക്കുന്ന വസ്ത്രങ്ങൾ അയഞ്ഞ വസ്ത്രങ്ങളായിരിക്കണം. ശരീരത്തിന്റെ എടുപ്പുകൾ, ശരീരത്തിന്റെ കോലം കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഇറുകിയ വസ്ത്രം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. ശരീരത്തിലെ തൊലി പുറത്തു നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ നേർത്ത തുണികൾ കൊണ്ടുള്ള വസ്ത്രം സ്ത്രീകൾ അണിയാൻ പാടില്ല. തലമറക്കേണ്ടതുണ്ട്. തുണി ഉപയോഗിച്ചുകൊണ്ട് മാറിലേക്കും തുണി താഴ്ത്തിയിടേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേ സമയത്ത് തന്നെ ഒരു പെണ്ണ് വീട്ടിലുണ്ടാകുന്ന സമയമുണ്ട്, വീട്ടിൽ ജോലി എടുക്കുന്ന സമയമുണ്ട്, ഭർത്താക്കന്മാരുടെ കൂടെ ഇരിക്കുന്ന സമയമുണ്ട്, മക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയമുണ്ട്. ആ സമയത്ത് സ്ത്രീകൾക്ക് തല തുറന്നിടാം. ആ സമയത്ത് സ്ത്രീകൾക്ക് ആ രീതിയിൽ പുറത്ത് ധരിക്കുന്ന രീതിയിലുള്ള ലൂസായ വസ്ത്രം ധരിക്കണം നിർബന്ധമില്ല. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാം. ശരീരത്തിൽ അവയവങ്ങൾ കാണിക്കുന്ന വസ്ത്രം ധരിക്കാൻ ഭർത്താക്കന്മാരുടെ വീടുകളിലാകുന്ന സമയത്ത്. അതേ സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ, അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ഹിജാബിനെ സ്വീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേർതിരിവ്? പുരുഷന്റെ വസ്ത്രത്തെ നിശ്ചയിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെ വസ്ത്രത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അത് ആ രീതിയിൽ നിശ്ചയിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പുരുഷൻ ധരിക്കുന്ന വസ്ത്രരീതി സ്ത്രീകൾ ധരിക്കാൻ പാടില്ല, സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം പുരുഷൻ ധരിക്കാൻ പാടില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ടൊരു വേർതിരിവ്? പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച സൃഷ്ടാവിനാണ് മനുഷ്യനെ കുറിച്ച് അറിയുക. മനുഷ്യന്റെ ത്വരയെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും ശാരീരിക ആവശ്യങ്ങളെക്കുറിച്ച് അറിയുക സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ്, നമുക്കല്ല. സാമ്രാജ്യത്തിനല്ല, കൊളോണിസത്തിനല്ല, സാമൂഹ്യത്തിലെ പുതിയ ക്യാപിറ്റലിസ്റ്റ് ലോകത്തിനല്ല, ഇപ്പോഴത്തെ പൊതുബോധത്തിനല്ല, അള്ളാഹുവിനാണ് അറിയുക. എന്തിനോട്? പെണ്ണിനോട് ശരീരം മറക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. എന്തിന്റെ പേരിൽ? എന്താണ് അതിന്റെ പിറകിലുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് വളരെ അത്ഭുതകരമായിട്ടാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അതിൽ കൂടി റീപ്രൊഡക്ഷൻ നടക്കണം, മാനുഷികകുലം പിന്നെയും പിന്നെയും ഉണ്ടാകണം, മക്കൾ ഉണ്ടാവണം. അത് നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്റെ തലച്ചോറിന്റെ അകത്ത് ഒരു സ്ത്രീയെ കാണുമ്പോൾ, ഒരു സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ, ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ എടുപ്പ് ബോധ്യപ്പെടുന്ന രീതിയിൽ കാണുന്ന സമയത്ത് പുരുഷന്റെ തലച്ചോറിന്റെ അകത്ത് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് പുരുഷന്റെ ശരീരത്തിന്റെ ബ്ലഡിന്റെ ഫ്ലോ കൂടുന്നു, ബ്ലഡ് വെസൽ വികസിക്കുന്നു. അതേ തുടർന്ന് പുരുഷന്റെ ശരീരത്തിന്റെ അകത്ത് അള്ളാഹു സംവിധാനിച്ച ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്, ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണാണ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കാരണം. പുരുഷന്റെ ശരീരത്തിൽ സ്പേം ഉണ്ടാകാൻ, ബീജം ഉണ്ടാക്കാനുള്ള കാരണം ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ആ ഹോർമോൺ ഒരു പുരുഷനിൽ വികസിക്കുക, അതൊരു പുരുഷനിൽ കൂടി വരിക ഒരു സ്ത്രീയുടെ നഗ്നത കാണുന്ന സമയത്താണ്. അത് കൂടിയ അളവിലാകുന്ന സമയത്ത് പുരുഷന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നും. അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഭാര്യ കൂടെ ഇല്ലാത്ത സമയത്ത് അവൻ ഏത് പെണ്ണിനെയാണോ കാണുന്നത് ആ പെണ്ണിനെ വ്യഭിചരിക്കണമെന്ന് അവന് തോന്നും, അല്ലെങ്കിൽ റാപ്പ് ചെയ്യണമെന്ന് അവനക്ക് തോന്നും. ബലാത്കാരമായിട്ട് ആ പെൺകുട്ടിയെ, ആ പെണ്ണിനെ കീഴ്പ്പെടുത്താൻ അവന് തോന്നും. അത് പുരുഷന്റെ ശരീരത്തിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ അധികരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം? ഈ ഒരു പ്രശ്നത്തിന് രണ്ട് പരിഹാരമാണ് അള്ളാഹു വച്ചിരിക്കുന്നത്. ആ പരിഹാരത്തെ മാനുഷിക സമൂഹത്തിൽ കൃത്യമായിട്ട് തുടർന്നു പോരണം. രണ്ട് പരിഹാരങ്ങൾ. ഒന്നാമത്തെ പരിഹാരം, സ്ത്രീ അവളുടെ നഗ്നത മറക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായ രീതിയിലുള്ള നഗ്നതകൾ വെളിവാക്കുന്ന ശരീരകോലങ്ങൾ അണിഞ്ഞുകൊണ്ട് തോന്നിവാസം, അയിഞ്ഞാട്ടം പെണ്ണുങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. وَقُلِّ الْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ وَلَا يُبْدِينَ زِينَتَهُنَّ إِلَّا مَا ظَهَرَ مِنْهَا
പെണ്ണുങ്ങൾ അവരുടെ ശരീരത്തിന്റെ നഗ്നത മറക്കാൻ ശ്രമിക്കണം. തട്ടം ഉപയോഗിച്ചുകൊണ്ട് മാറിഞ്ഞൊക്കെ താഴ്ത്തിടണം. പുരുഷന്റെ മുമ്പിൽ വന്ന് തന്റെ ശരീരത്തിന്റെ നഗ്നത കാണിക്കുന്ന രീതി പെണ്ണുങ്ങൾ തുടരാൻ പാടില്ല. അത് പറഞ്ഞ ആ വസ്ത്രം അണിയണം എന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞ അതേ ഖുർആൻ ആണിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അത്? വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂന വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. പെണ്ണ് വസ്ത്രമിട്ടാൽ മാത്രം പോരാ, ആണ് ചെറിയൊരു സാധനം താഴ്ത്തണം. അതവന്റെ കണ്ണാണ്, അതവന്റെ കണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, കണ്ണുകൊണ്ടുള്ള നോട്ടമാണ് ഒരു ആണിനെ, ഒരു പുരുഷനെ, ഒരു യുവാവിനെ പിന്നീട് പതിയെ പതിയെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്നത്. വൻപാപം പോലുള്ള ഒരു ഹറാമിലേക്ക് എത്തുന്നത് കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടമാണ്. ആരും കാണാത്ത പാതിരാവിൽ കാണുന്ന ഹറാമുകളാണ്. അതുകൊണ്ട് വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. ആണുങ്ങൾ കണ്ണുകൾ താഴ്ത്തണം, കണ്ണുകൾ അടക്കണം. ആ കണ്ണുകൾ അടച്ചാൽ മാത്രമാണ് ഹറാമുകളിൽ നിന്ന് അവർക്ക് മാറി നോക്കാൻ സാധിക്കൂ. ദാലിക അസ്കാ ലഹും. അതാണ് അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ സുഖങ്ങൾക്കും ഏറ്റവും നല്ലത്. അതാണ് ആ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പക്ഷേ ആ കണ്ണുകൊണ്ടുള്ള ഒരു കട്ടുനോട്ടമാണ് നീ കണ്ണുകൊണ്ട് ചെയ്യുന്നതെങ്കിലും, ഒരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് ആരും അറിയാതെയാണ് നീ നോക്കുന്നതെങ്കിലും, ഇന്നല്ലാഹു ഖബീറും ബിമാ യസ്നഊൻ. നിങ്ങളും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നുണ്ട്, അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അപ്പോ ആ ഒരു സാമൂഹിക വ്യവസ്ഥ കൃത്യമായി പോവാൻ, ആ സാമൂഹിക വ്യവസ്ഥ കൃത്യമായി കൊണ്ടു നടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ ആയത്തുകളിൽ കൂടി പഠിപ്പിക്കുകയാണ്, ആ ഖുർആൻ ആയത്തുകളിൽ കൂടി പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ബോധ്യം നമുക്കുണ്ടാവണം, ആ വസ്ത്രധാരണയിൽ ആ ശ്രദ്ധ നമുക്കുണ്ടാവണം, ആ കൃത്യം നമ്മൾക്കുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നിയമങ്ങൾ നമുക്ക് വഴിപ്പെടാൻ നമുക്ക് സാധിക്കണം. ഇത് പറഞ്ഞൊരു പശ്ചാത്തലമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എറണാകുളത്ത് വള്ളുരുത്തിയിലെ സെന്റ് തെരാസസ് എന്ന് പറയുന്ന, സെന്റ് റീത്താസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ ഒരു പെൺകുട്ടിക്ക് തട്ടമിടാൻ നിഷേധിച്ചു. ഒടുക്കം ഇന്ന് ജുമാക്ക് കയറുന്നതിന് മുമ്പ് ആ പെൺകുട്ടിക്ക് ആ സ്കൂളിൽ നിന്ന് TC വാങ്ങേണ്ടി വന്നു. ഇത് ഇത്രയും കാര്യം പങ്കുവെക്കാനുണ്ടായ 2 കാരണങ്ങളാണ്, അതിലേക്ക് സൂചിപ്പിക്കാം. ജുമാക്ക് മെമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും അവസാനം കണ്ടത് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ വളരെ ചിരിച്ച് സന്തോഷത്തോടു കൂടി വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതാണ്. വളരെ അഭിമാനത്തോടു കൂടി ആ പ്രിൻസിപ്പൽ സന്തോഷിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കന്യാസ്ത്രീയായ ഒരു സ്ത്രീക്ക്, കന്യാസ്ത്രീയായ ഒരു ടീച്ചർക്ക്, കന്യാസ്ത്രീയായ ഒരു പ്രിൻസിപ്പലിന് എങ്ങനെയാണ് തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ സ്കൂളിൽ പഠിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ TC വാങ്ങിപ്പോകുമ്പോൾ എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീക്ക് ചിരിക്കാൻ സാധിക്കുക, ഒരു കന്യാസ്ത്രീക്ക് സന്തോഷിക്കാൻ സാധിക്കുക? ഞാൻ ഇന്നും ഓർമ്മിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റൽ മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് മരണക്കിടക്കയിൽ ഞാൻ കടന്നപ്പോൾ എൻ്റെ അടുക്കൽ തണുത്ത വെള്ളവും തുണിയും എടുത്തുകൊണ്ട് പാതിരാത്രി പോലും എൻ്റെ ശരീരത്തിൽ തുളച്ചു തന്ന മേരിക്കുന്നിലെ നിർമ്മല ഹോസ്പിറ്റലിലെ ആ കന്യാസ്ത്രീയെ ഞാൻ ഇന്നും മറക്കൂല. എപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള കന്യാസ്ത്രീകളുടെ സ്വഭാവങ്ങൾ മാറിപ്പോയത്? എപ്പോഴാണ് വംശപരവും മതസഹിഷ്ണുതയും ഇവരിൽ അധികരിച്ചു പോയത്? മതസഹിഷ്ണുത എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത്? ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയപ്പോൾ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പളിന്, ഒരു ടീച്ചർക്ക് സന്തോഷിക്കാൻ സാധിക്കുക? 2 അത്ഭുതങ്ങളാണ് ഇതിലുള്ളത്, 2 അത്ഭുതങ്ങൾ. ഒന്ന്, നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ക്രിസംഖ്യ അനുഭവത്തെ കുറിച്ച് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതൊരൊറ്റ സംഭവം മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ. തട്ടമിട്ട, തല മുഴുവൻ മറച്ച, ശരീരം മൊത്തം മറച്ച ഒരു കന്യാസ്ത്രീക്ക് എങ്ങനെയാണ് തന്റെ സ്കൂളിൽ തട്ടമിട്ട പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കുക? ഏത് സെക്കുലർ ബോധത്തിന്റെ, ഏത് ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. അത്ഭുതപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ പുലരുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ്. അശാന്തി ഇല്ലാത്ത ഒരു കുദുസ് ഉണ്ടാവണം, അശാന്തി ഇല്ലാത്ത ഒരു ഫലസ്തീൻ ഉണ്ടാവണം എന്ന് നമ്മൾ സ്വപ്നം കാണുകയാണ്. കാരണം ഫലസ്തീൻ, കുദുസ് അത് ക്രിസ്ത്യാനികളുടെ, മുസ്ലിമീങ്ങളുടെ, ജൂതരുടെ എല്ലാവരുടെയും സംഗമ ഭൂമിയാണ്. പ്രവാചകന്മാരുടെ ഈറ്റില്ലമാണ്. മതങ്ങളുടെ സംസ്കാരത്തിന്റെ സംഗമ കേന്ദ്രമാണ്. അവിടെ ശാന്തി പുലരുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ലോകത്ത് എല്ലായിടങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കപ്പെടാത്ത ഒരു സ്ഥലം ഭൂമി ലോകത്തുണ്ടെങ്കിൽ അത് ഉണ്ണിയേശു പിറന്ന ബത്ലഹേമാണ്. ബത്ലഹേമിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ബത്ലഹേമിലെ വിശുദ്ധരായ ക്രിസ്തീയ പുരോഹിതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഫലസ്തീനിലെ ഗസയിലെ മനുഷ്യരായ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ഈ ദിവസങ്ങളിൽ, 25,000 കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ഈ ദിവസങ്ങളിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂല എന്ന് ബത്ലഹേമിലെ ഫലസ്തീനിലെ കുദുസിലെ വിശുദ്ധരായ പുരോഹിതന്മാർ പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷം മരണപ്പെട്ട കത്തോലിക്ക സഭയുടെ അനിഷേധ്യനായ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, നല്ലവനായ ഇടയൻ, കാരുണ്യത്തിന്റെയും ദയയുടെയും ആൾ രൂപമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാത യുദ്ധത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് വാർ, ഇറ്റ്സ് ക്രൂവാലിറ്റി. ഇത് യുദ്ധമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ക്രൂരതയാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത് കത്തോലിക്ക സഭയുടെ പരമോന്നതനായ മാർപ്പാപ്പയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ലിയോ 14 കത്തോലിക്ക സഭയുടെ പോപ്പായിട്ട് അധികാരത്തിലേറിയ ഉടനെ ആദ്യമായിട്ട് ലിയോ 14 പാപ്പ പറഞ്ഞത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ. ഒരു കാരണവശാലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ സാധിക്കാത്തതാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനസൈഡ് എന്ന് പറഞ്ഞത് ലിയോ 14 മാർപ്പാപ്പ, ഇപ്പോഴത്തെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയാണ്. ഇത്രയൊക്കെ ആയിട്ടും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പ്രസംഗികൾക്ക്, കാസക്കാർക്ക് ഇസ്രായേലിനെ ന്യായീകരിക്കാൻ സാധിക്കുക? ഞാൻ അത്ഭുതപ്പെടുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലയോട്ടിക്ക് നേരെ നോക്കി വെടിയുതിർക്കുന്ന IDF-ന്റെ ടെററിസ്റ്റുകളായ സിയോണിസ്റ്റ് ആർമികളെ കുറിച്ച് ആലോചിച്ചല്ല ഞാൻ അത്ഭുതപ്പെടുന്നത്. അത്തരം ഫോട്ടോയുടെ വീഡിയോയുടെ താഴെ വന്ന് സ്മൈലി ഇമോജി ഇടുന്ന നമ്മുടെ നാട്ടിലെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന ക്രിസംഗികളെ കുറിച്ച് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. IDF സൈന്യത്തിന്റെ അക്രമം കാരണമായിട്ട് ഫലസ്തീനിൽ നിന്ന് കുടിയിറക്കപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഫലസ്തീനി അറബ് സ്ത്രീകളുടെ വീട്ടിൽ കയറി അവരുടെ അലമാരയിൽ കിടക്കുന്ന അടിവസ്ത്രം ഉടുത്തണിഞ്ഞ് ലൈംഗികാഭാസം കാണിക്കുന്ന വീഡിയോ പുറത്തുവിട്ടത്, ടിക്ടോക്കിൽ കൂടി പുറത്തുവിട്ടത് IDF ടെററിസ്റ്റ് സൈന്യം തന്നെയാണ്. പക്ഷെ അവരുടെ ആ മനോനിലയെ കുറിച്ചല്ല ഞാൻ അത്ഭുതപ്പെടുന്നത്. അത്തരം വീഡിയോയുടെ താഴെ വന്നിട്ട് റേപ്പ് ദം ഓൾ എന്ന് പറയുന്ന മലയാളികളായ പ്രബുദ്ധരായ ക്രിസ്തീയ സംഖ്യകളെ കുറിച്ച് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കിൽ ശരീരം ചിഹ്നിച്ചെറിയ ഫലസ്തീനി കുഞ്ഞിന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഒരു പോളിത്തീൻ കവറിൽ വാരിയെടുത്തിട്ട് ഒരു ഫലസ്തീനി അറബി ഉപ്പ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്, വാവിട്ട് കരയുകയാണ്. ആ വാവിട്ട് കരയുന്ന വീഡിയോയുടെ താഴെ വന്നിട്ട് സന്തോഷിക്കുന്ന ക്രിസംഖ്യകളായ സപ്പോർട്ട് ഇസ്രായേൽ എന്ന് കമന്റ് ഇടുന്ന നമ്മുടെ മലയാളികളായ പ്രബുദ്ധരായ ക്രിസംഖ്യകളെ കുറിച്ച് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എവിടെയാണ് ആ മതസഹിഷ്ണുത നഷ്ടപ്പെട്ടത്? എവിടെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വർഗീയത വളർന്നു വന്നത്? ഞാൻ സംസാരിക്കുന്നത് ഇരിക്കൂറിലാണ്. കണ്ണൂരിലെ മറ്റെല്ലാ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്ത്യാനികളും മുസ്ലിമുകളെല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഏരിയയാണിത്. നമ്മുടെ മതസഹിഷ്ണുത നഷ്ടപ്പെട്ടത് എവിടെയെന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് നമുക്ക് പറ്റിയ പ്രശ്നം? എവിടെയാണ് ഈ വിദ്വേഷം ഉണ്ടാവും നമ്മൾ ആലോചിക്കണം. ഇരിക്കൂർ പോലെയുള്ള ഈ മലയോര ഏരിയകളിൽ ക്രിസ്ത്യാനികൾ വന്നത് കോട്ടയത്ത് നിന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്തവരാണ്. ആ കുടിയേറി പാർത്തവരിൽ അധിക പേരും സാധുക്കളായിരുന്നു, ദരിദ്രരായിരുന്നു. ക്രിസ്ത്യാനികളിൽ 3 വിഭാഗം ആളുകളുണ്ട്. ആദർശപരമായിട്ട്, ആശയപരമായിട്ട് അവരിൽ ജാതി ഇല്ലെങ്കിലും മതം മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളിൽ ജാതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. തോമാസ് ലീഹയുടെ കയ്യിൽ കൂടി ക്രിസ്ത്യാനികളായ സിറിയൻ ക്രിസ്ത്യാനികളുണ്ട്. അവരാണ് സാധാരണഗതിയിൽ ഈ മലയോര ഏരിയയിലൊക്കെ ഒരുപാട് പറമ്പുകളും തോട്ടങ്ങളും റബ്ബർ എസ്റ്റേറ്റുകളൊക്കെ അവരുടെ കയ്യിലാണ് ഉണ്ടാവുക. എന്നാൽ പോർച്ചുഗീസ് അധിനിവേശത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസുകാരുടെ, ഡച്ചുകാരുടെ, ഫ്രഞ്ചുകാരുടെ, ഇംഗ്ലണ്ടുകാരുടെ കൈകളിലായി ക്രിസ്ത്യാനികളായ പിന്നെയുള്ള ഹിന്ദുക്കളുണ്ട്. അവരെപ്പോഴും ക്രിസ്തീയ സമൂഹത്തിലെ താഴ്ന്നവരും ദലിതരായിട്ടാണ് കണക്കാക്കപ്പെടുക. ഉദാഹരണത്തിന് ലത്തീൻ ക്രിസ്ത്യൻസിനെ പോലെ മലയോര ഏരിയകളിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സാധുക്കളായി ദരിദ്ര ജീവിക്കുന്ന അങ്ങനത്തെ ഒരുപാട് ക്രിസ്ത്യാനികളെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിക്കാൻ, അങ്ങനെയുള്ള ലാറ്റിൻ ക്രിസ്ത്യൻസിനെ ചേർത്ത് പിടിക്കാൻ, അങ്ങനെയുള്ള ദലിത് ക്രിസ്ത്യൻസിനെ ചേർത്ത് പിടിക്കാൻ ജന്മികളായ മാപ്പിളകളായ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. പണ്ടുകാലങ്ങളിൽ കോട്ടയത്ത് നിന്ന് ഇരിക്കൂർ ഭാഗത്തേക്ക് ക്രിസ്ത്യാനികൾ കുടിയേറിയ സമയത്ത് നമ്മൾ മാപ്പിളകൾ ജന്മികളായിരുന്നു. ഇരിക്കൂറിലെ മാപ്പിളകൾ ജന്മികളായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ അവരോട് കാണിച്ചൊരു ക്രൂരതയുണ്ട്, നമ്മൾ അവരോട് കാണിച്ചൊരു ജന്മിത്വ സ്വഭാവമുണ്ട്.
അതിനുശേഷം നമുക്ക് അറബി പൊന്നു വന്നു, നമുക്ക് കോടിക്കണക്കിന് രൂപ വന്നു, അറബി പൈസ വന്നു, പെട്രോളിന്റെ പൈസ വന്നു. നമ്മളെ മാപ്പിളമാർ 2, 3, 4 കോടിയുടെ വലിയ വീടുകൾ വെച്ച് വലിയ വലിയ കല്യാണങ്ങൾ ആഘോഷിച്ച് തിമിർക്കുന്ന സമയത്ത് ഈ സാധുക്കളായ ലത്തീൻ ക്രിസ്ത്യൻസിന്റെ, സാധുക്കളായ ദലിത് ക്രിസ്ത്യൻസിന് ഒരു നേരത്തിന് അന്നമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ മാപ്പിളകൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാത്തതിന്റെ പേരിലാണ് സമൂഹത്തിൽ ഈ സഹിഷ്ണുത വർദ്ധിക്കുന്നത്. ഇതൊന്നും ചെയ്യാത്തതിന്റെ പേരിലാണ് മാപ്പിളമാരോട് ലത്തീൻ ക്രിസ്ത്യൻസിന്, ദലിത് ക്രിസ്ത്യൻസിന് അസൂയ ഉണ്ടാകുന്നത്, വെറുപ്പുണ്ടാകുന്നത്, വിദ്വേഷമുണ്ടാകുന്നത്. നമ്മുടെ തിരുത്തലുകൾ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ചേർത്ത് പിടിക്കലിന്റെ, മതസൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിന്റെ ഒരു നല്ല നാട് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഞാൻ അത്ഭുതപ്പെടുന്നത് നമ്മളെ മാപ്പിളകളായ മാതാപിതാക്കളെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം 1-2 ദിവസമായിട്ട് പ്രശ്നം നടക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടു, മന്ത്രി ഇടപെട്ടു, ആരിടപെട്ടിട്ടും ക്രിസ്ത്യൻ മാനേജ്മെന്റ് തയ്യാറല്ല. പക്ഷെ എന്റെ സിമ്പിളായുള്ള ഒരു ചോദ്യം, എന്തിനിത്തരം സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുന്നു എന്നുള്ള ചോദ്യമാണ്. എന്തിനിങ്ങനെയുള്ള സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുന്നു? ഇതൊരൊറ്റ പെൺകുട്ടിയുടെ മാത്രം വിഷയമല്ലല്ലോ. കേരളത്തിലെ 14 ജില്ലകളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അണ്ടറുള്ള സ്കൂളുണ്ട്. അതിൽ തന്നെ സെക്കുലർ ആയിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന സിസ്റ്റർമാരും പുരോഹിതന്മാരും നയിക്കുന്ന നല്ല സ്കൂളുകളുണ്ട്, ഒരുപാട് സ്കൂളുകളുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ കോഴിക്കോട്ടൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ ഇപ്പോഴും മനസ്സിന്റെ അകത്ത് വംശവെറി കൊണ്ടു നടക്കുന്ന, കാസയുടെ ഏരിയകളായി വർത്തിക്കുന്ന, വംശവെറിയും മതവിദ്വേഷവും അസഹിഷ്ണുതയും മാത്രം കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ, സിസ്റ്റർമാരുടെ അണ്ടറിലുള്ള സ്കൂളുകളുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് സെന്റ് റീത്താസ് എന്ന് പറയുന്ന പണമ്പിളിയുള്ള ആ സ്കൂൾ. ഇതെല്ലാം എത്ര ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം വയനാട് പ്രശ്നം ഉണ്ടായില്ലേ? അതിനു മുമ്പത്തെ വർഷം കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിൽ പ്രശ്നം ഉണ്ടായില്ലേ? കണ്ണൂരിലെ സെന്റ് തെരേസസ് സ്കൂളിൽ പെൺകുട്ടികൾക്ക് 10ാം ക്ലാസ്സും +2 വരെയുള്ള പെൺകുട്ടികൾക്ക് തട്ടമിടാൻ പറ്റുന്നുണ്ടോ? എന്നിട്ടും കണ്ണൂരിലെ ആ സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നില്ലേ? എന്റെ മാതാപിതാക്കൾക്ക് ബുദ്ധിയില്ലാത്തതിന്റെ പേരാണോ? ഒരൊറ്റ കാരണമാണ് പറയുന്നത്, നല്ല വിദ്യാഭ്യാസം കിട്ടും, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി പെൺകുട്ടികളുടെ തട്ടം പോരാൻ വേണ്ടിയാണോ? പെൺകുട്ടികൾ നല്ല വസ്ത്രം ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണോ മാതാപിതാക്കൾ പഠിക്കേണ്ടത്? ഞാൻ കോഴിക്കോടുകാരനാണ്. പ്രൊവിഡൻസ് സ്കൂൾ കോഴിക്കോട് മുസ്ലിം ഏരിയ, മുസ്ലിങ്ങൾ ഒരുപാട് ജീവിക്കുന്ന ഒരു ഭൂരിപക്ഷ ഏരിയ ആണ് കോഴിക്കോട് ടൗൺ ഭാഗം. അവിടെയുള്ള സ്കൂളാണ് പ്രൊവിഡൻസ് സ്കൂൾ. ആ പ്രൊവിഡൻസ് സ്കൂളിൽ പെൺകുട്ടികൾക്ക് തട്ടമിടാനുള്ള അനുവാദമില്ല, ഉച്ചനേരം തട്ടമിടാനുള്ള അനുവാദമില്ല. അതിനെതിരെ സമരം നടന്നു. ആ സമരത്തിന്റെ പേരിൽ എന്റെ നാട്ടുകാരനായി ഒരുപാട് ജമാഅത്ത് പ്രവർത്തകർക്ക് ജയിലിൽ കിടന്നു. റഷീദ് മാഷിനെ പോലുള്ള ആളുകൾ, ഞാൻ അവരൊക്കെ കാണാൻ പോയിരുന്നു, അവരോട് സംസാരിച്ചു. ഞാൻ ആലോചിച്ചു പോയി, ആർക്ക് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്? തട്ടമിടാൻ അനുവാദം നൽകാത്ത ക്രിസ്തീയ മാനേജ്മെന്റ് സ്കൂളുകളിൽ കുട്ടികളെ പോയി ചേർക്കുന്ന മാപ്പിളകളായ മാതാപിതാക്കളെയാണ് തിരുത്തേണ്ടത്. അവരാണ് തെറ്റ് കാണിച്ചത്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ കേവലം റേഷൻ കാർഡിൽ ഗ്രഹനാഥൻ എന്ന് പേര് എഴുതാൻ വേണ്ടി മാത്രമല്ല മാതാപിതാക്കൾ. ഗ്രഹനാഥൻ എന്ന് എഴുതാൻ വേണ്ടി മാത്രമല്ല, തന്റെ വീട്ടിലുള്ള ഉമ്മ, തന്റെ വീട്ടിലുള്ള ഭാര്യ, തന്റെ വീട്ടിലുള്ള പെൺകുട്ടികൾ, അവരുടെ വസ്ത്രത്തെ കുറിച്ച് ഉപ്പമാർക്ക് ബോധ്യം ഉണ്ടാവണ്ടേ? അത് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് ബോധ്യം ഉണ്ടാവണ്ടേ? മാതാപിതാക്കൾക്ക് ചിന്തയുണ്ടാവണ്ടേ? ആലോചന ഉണ്ടാവട്ടെ? നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ സഹോദരിയെ, നമ്മളെ മകളെ, നമ്മളെ ഭാര്യയുടെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ, അവരുടെ സൗന്ദര്യങ്ങൾ, അവരുടെ ശരീരത്തിന്റെ ആകാരങ്ങൾ ഏതെങ്കിലും അന്യപുരുഷൻ കണ്ടാസ്വദിക്കുന്നത് നട്ടലുള്ള ഏതെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ലല്ലോ. അത് ശീലിപ്പിക്കണ്ടേ? ആ രീതിയിൽ ഒരു തർബീയത്ത് വളർത്തിയെടുക്കണ്ടേ? അപ്പോ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ആലോചനകൾ ഉണ്ടാവേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. തിരുത്തലുകൾ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി ഒരു സ്വർണത്തിന്റെ മോതിരം ധരിച്ചിട്ട് വന്നു. ആണുങ്ങൾ സ്വർണ്ണ മോതിരം ധരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സഹാബിയുടെ ഇഷ്ടമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ കയ്യിൽ നിന്ന് ആ സ്വർണത്തിന്റെ മോതിരം ഊരിയിട്ട് വലിച്ചെറിഞ്ഞു. നബിതങ്ങൾ ചോദിച്ചു, അയാമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജഅലുഹു ഫീ യദിഹി. നിങ്ങൾ ആരെങ്കിലും തീനാളുള്ള ഒരു കട്ട എടുത്ത് കൈ പിടിക്കില്ല. ഇതെന്തിനാണ് ഈ സ്വർണത്തിന്റെ മോതിരം ആണായി നീ ധരിച്ച് നടക്കുന്നത് ചോദിച്ചു. ഇതും പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെ ഉണ്ടായിരുന്ന സഹാബികൾ പലരും ആ സഹാബിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആണുങ്ങളായി നിങ്ങൾക്കല്ല ധരിക്കാൻ പ്രശ്നമുള്ളൂ, ആ സ്വർണത്തിന്റെ മോതിരം എടുത്ത് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ വിറ്റും
കളയണ്ട എന്ന് പറഞ്ഞു. ആ സഹാബി പറഞ്ഞു, ലാ വല്ലാഹി ലാ ആഖുദുഹു അബദൻ മാ തറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞൊരു വസ്തുവെ ഞാൻ തിരിച്ചെടുക്കുക. ആ സഹാബിക്ക് വേണമെങ്കിൽ ആ സ്വർണത്തിന്റെ മോതിരം എടുക്കാം, ഭാര്യയ്ക്ക് അണിയാൻ കൊടുക്കാം, വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞൊരു വസ്ത്രം, എറിഞ്ഞ ഒരു സ്വർണം, എറിഞ്ഞ ഒരു ആഭരണം എനിക്ക് വേണ്ട എന്നുള്ള സഹാബിയുടെ വാക്കാണ് മുസ്ലിം ഉമ്മത്ത് ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും, സാമൂഹിക മേഖലയാകട്ടെ, കുടുംബ മേഖലയാകട്ടെ, ആ രീതിക്ക് ദീനിനെ വഴിപ്പെടാൻ, ദീനിനെ അനുസരിക്കാൻ, അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സന്തോഷം പ്രദാനം ചെയ്യൂ. അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയും ശൈലിയും സമാധാനവും ശാന്തിയും പകരുകയുള്ളൂ. ആ രീതിയിൽ കാര്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الكريم المعبود، واشهد ان لا اله الا الله الرحيم المحمود، واشهد ان نبينا محمدا صلى الله عليه وسلم اشرف مولود. صلى الله على محمد وعلى اله وبارك وسلم تسليما كثيرا كثيرا. فيا ايها الناس اتقوا الله حق تقاته، فقد قال الله تعالى في القران الكريم: يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنك عفو تحب العفو فاعف عنا يا رب العالمين. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في غزة. اللهم ساعدهم يا رب العالمين. اللهم انصرهم يا رب العالمين. اللهم أهلك السهاينة. اللهم أهلك اليهود. اللهم أهلك السهاينة اليهود يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر